8-7 എന്നുള്ള നിലയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഒരു ചെറിയ എഡ്ജ് ഉണ്ട്. പക്ഷേ കണക്കാക്കണ്ട, ഇത് തുടക്കം മാത്രമാണ്. ആദ്യത്തെ 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ആദ്യത്തെ 10 മിനിറ്റിൽ കിട്ടുന്ന വളരെ പ്രാഥമികമായ സൂചന മാത്രമാണിത്. എന്ന് മാത്രമല്ല, EVM-ൽ നിന്നുള്ള വോട്ട് എണ്ണി തുടങ്ങിയിട്ടില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടില്ല എന്ന കാര്യം ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. ഇത് നോക്കൂ, ആം ആദ്മി പാർട്ടിയുടെ അനിൽ ജായാണ് കിരാരി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടിയുടെ അനിൽ ജാ കിരാരി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു. ഞാൻ നേരത്തെ രോഹിണിയുടെ കാര്യം പറഞ്ഞു. രോഹിണിയിൽ ലീഡ് ചെയ്യുന്നത് BJP ആണ്. കിരാരിയിൽ ഇതാ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഈ 8-7 എന്ന കണക്ക് വരുന്നത്. കഴിഞ്ഞ തവണ 12,648 വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണ് രോഹിണി. അതായത് BJPക്ക് അവകാശപ്പെടാൻ കഴിഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാൻഡേറ്റ്. ഇപ്പം കിഴക്കൻ ഡൽഹിയിൽ ലക്ഷ്മി നഗർ നോക്കുകയാണെങ്കിൽ 880 വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 12,000 വോട്ടുകൾക്ക് BJPക്ക് ഒപ്പം നിന്ന മണ്ഡലമാണ് രോഹിണി. അവിടെ BJP തന്നെയാണ് ലീഡെടുത്ത് തുടങ്ങുന്നത്. അവിടെ സിറ്റിംഗ് സീറ്റാണ് എന്നുള്ളത് കൊണ്ട് അതിലൊരു അട്ടിമറിയുടെ സൂചന ഇല്ലതാണ്. രോഹിണിയിൽ നിന്ന് വരുന്ന ആദ്യത്തെ ഫലസൂചന BJPക്ക് അനുകൂലമാണ്. ഡൽഹിയിൽ ആദ്യ ഫലസൂചനകൾ വരികയാണ്. സ്ക്രീനിൽ മാറി മാറി ആ ഡിജിറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇത് ആദ്യത്തെ ഫലസൂചനകൾ മാത്രമാണ്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങി. EVM മെഷീനിലേക്ക് വോട്ടെണ്ണൽ കടക്കുന്നതേയുള്ളൂ. EVM പെട്ടികൾ, EVM ബോക്സുകൾ എല്ലാം എത്തിച്ച് അവിടെ വോട്ടെണ്ണലിന്റെ ക്രമീകരണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആദ്യം വരുന്ന പോസ്റ്റൽ വോട്ടിങ്ങിന്റെ ഇപ്പോഴത്തെ സ്ഥിതി രേഖപ്പെടുന്ന കണക്കുകളാണ്. പോസ്റ്റൽ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഡിജിറ്റ് മാറി മാറി വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ 9-6 ആം ആദ്മി പാർട്ടി 9, BJP 6 ലീഡ് ചെയ്യുന്നു. 6 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്യുമ്പോൾ ആം ആദ്മി പാർട്ടി 9 നിയമസഭാ മണ്ഡലങ്ങളിൽ ഡൽഹിയിൽ ലീഡ് ചെയ്യുന്നു. ഇഞ്ചോടിഞ്ച് ഫൈറ്റിന്റെ ഒരു സൂചനയാണോ ഈ കാണിക്കുന്നത്, അതോ ആം ആദ്മി പാർട്ടി കുറി അടിപറി വീഴുമോ? BJP അവിടെ നരേന്ദ്രമോദിയുടെ വിജയം ആവർത്തിക്കാൻ, അത് രാജ്യത്താകെ പറ്റിയെങ്കിൽ ഡൽഹിയിൽ പറ്റാതെ പോയത് അത് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിനൊക്കെ ഉള്ള ഉത്തരം വരാൻ പോകുന്നു. ട്രെൻഡിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ കേവലമായ ആദ്യത്തെ ഫലസൂചന മാത്രമാണ്. ഡൽഹി എന്ന് പറയുന്നത് RSSനെ സംബന്ധിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ്. ഇന്ത്യയിലെ RSSന്റെ ആദ്യത്തെ ശക്തി കേന്ദ്രം ഡൽഹി ആണെന്ന് പറയാം. ഭാരതീയ ജനതാ പാർട്ടിക്ക് മുമ്പ് ഭാരതീയ ജനസംഘ് രൂപീകരിച്ചതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ, ഫസ്റ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ 22% വോട്ട് പോൾ ചെയ്ത സ്ഥലമാണ് ഡൽഹി എന്ന് ഓർക്കണം. പക്ഷേ 93-ന് ശേഷം ഡൽഹിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പരമ്പരാഗത ഡൽഹിയുടെ പോപ്പുലേഷൻ തന്നെയും വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം കൊണ്ട് അതിന്റെ ഡെമോഗ്രഫി തന്നെയും മാറിപ്പോയിട്ടുണ്ട്. ആദ്യത്തെ ഡൽഹി നഗരം ഈ വിഭജനത്തിന് ശേഷമുള്ള വലിയ എക്സോഡസിന് ശേഷമുണ്ടായ ഡൽഹി നഗരമല്ല. പിന്നീട് ക്രമമായി നടന്ന കുടിയേറ്റങ്ങളിലൂടെ വലിയ അർബൻ പൂവർ ഏറ്റവും കൂടുതൽ ഉള്ള പ്രദേശം കൂടിയാണ് ഡൽഹി. ആ അർബൻ പൂവറിനെ അഡ്രസ് ചെയ്തിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം ഉണ്ടാക്കി അത് സക്സസ്ഫുൾ ആയി ഒരു പതിറ്റാണ്ടിലപ്പുറം വിജയിപ്പിച്ച് നിർത്തിയതും. അതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇത്തവണ നമ്മൾ കാത്തിരുന്ന് കാണുന്ന കാര്യം. നോക്കൂ, കൽക്കാച്ചയിൽ രമേഷ് ബിദൂരി ലീഡ് ചെയ്യുകയാണ്. അതായത് അതിഷി പിറകിലാണ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട. മനീഷ് സിസോദിയയും ആദ്യത്തെ ട്രെൻഡുകളിൽ മനീഷ് സിസോദിയ പിറകിലാണ്. ജംഗ്പുരയിൽ മനീഷ് സിസോദിയ പിറകിലാണ്. അതിഷി പിറകിലാണ്. ആദ്യത്തെ ഫലസൂചനയിൽ രമേഷ് ബിദൂരി ലീഡ് ചെയ്യുകയാണ്. അതായത് ആം ആദ്മി പാർട്ടിയുടെ മുഖങ്ങൾക്ക് ആദ്യ ഘട്ടത്തിലെ ഫലസൂചനകൾ വരുമ്പോൾ പിന്നിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇത് ഈ പറയുന്നത് പോലെ പോസ്റ്റൽ വോട്ടുകളാണ്. അതിൽ നിന്ന് ഉള്ള സൂചനകളെ എത്രത്തോളം കണക്കിലെടുക്കേണ്ടതുണ്ട് ജംഗ്പുരയിൽ മനീഷ് സിസോദിയ പിറകിലാണ് എന്ന വാർത്ത പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ജംഗ്പുരയിൽ മനീഷ് സിസോദിയ പിറകിലാണ് ഏറ്റവും ആദ്യത്തെ ഫലസൂചനയിൽ. അതുപോലെ തന്നെ കൽക്കാജിയിൽ അതിഷി പിറകിലാണ്. ഈ രണ്ട് ഫലസൂചനകൾ നോക്കൂ. ആദ്യത്തെ 10 മിനിറ്റാണ് പ്രാഥമികമായ ഫലസൂചനയാണ്. പോസ്റ്റൽ ബാലറ്റ് ആണ്, സർവീസ് വോട്ടാണ്. ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട വോട്ട് മേഖലകൾ എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങളാണ്. അവർക്ക് പോസ്റ്റൽ വോട്ടല്ല, EVM വോട്ടാണ് ഉള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് മനീഷ് സിസോദിയയോ അതിഷിയോ ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഏർലി ട്രെൻഡ്സിൽ ഏറ്റവും പ്രാഥമികമായ ഫലസൂചനകളിൽ അതിഷി മെർലേനയും അതുപോലെ തന്നെ മനീഷ് സിസോദിയയും പിറകിലാണ്. ഈ പറയുന്ന മേഖലകളിലേക്ക് BJP കടന്നു കയറാൻ ശ്രമിച്ചത് അവരുടെ പ്രചാരണത്തിലൂടെ ഏറ്റവും അവസാനം നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയ ബജറ്റിലൂടെ പോലും ഈ പറയുന്ന ആദായ നികുതിയുമായി ബന്ധപ്പെട്ട സ്ലാബ് വ്യത്യാസം പോലും ഡൽഹിയിലെ ഈ പറയുന്ന ലോവർ മിഡിൽ ക്ലാസിനെയും അപ്പർ മിഡിൽ ക്ലാസിനെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ന പ്രചാരണങ്ങൾ BJP തള്ളിയപ്പോൾ പക്ഷെ നരേന്ദ്രമോദി അവിടെ പോയി പറഞ്ഞു ഈ ബജറ്റ് നിങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു. ബജറ്റ് ഡൽഹിയിൽ എന്ത് വ്യത്യാസം ഉണ്ടാക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. നിലവിൽ ആദ്യത്തെ ട്രെൻഡുകൾ വരുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ ആദ്യത്തെ ലീഡ് എടുത്തിരിക്കുന്നു. ശക്തമായ ത്രികോണ പോര് നടക്കുന്ന ഇക്കുറി എങ്ങനെയും അരവിന്ദ് കെജ്രിവാളിനെ വീഴ്ത്താൻ ഉറച്ച് BJPയും കോൺഗ്രസും അവിടെ സ്ഥാനാർത്ഥികളെ പ്ലാൻ ചെയ്ത
ഡൽഹിയിലെ ആദ്യ ഫലസൂചന വരുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ലീഡ് ചെയ്യുന്നു. നൽകുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ വിപരീതമായ ചിത്രം കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന പോസ്റ്റൽ വോട്ടുകളുമായി ബന്ധപ്പെട്ട് തന്നെ ബി ജെ പി 9 സീറ്റുകളിലും ആപ്പ് 4 സീറ്റുകളിലും അടക്കമുള്ള പല സൂചനകൾ ആദ്യഘട്ടത്തിൽ വരുന്നുണ്ട്. സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള സൂചനകൾ പലത് വരും എന്നുള്ളത്. ഇതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോഴാണ് കൃത്യമായ ഒരു ചിത്രം എന്ന നിലയ്ക്ക് നമുക്ക് മുന്നിൽ പോകാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും ആപ്പ് 11 സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിൽ. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ലീഡ് ചെയ്യുന്നു. മനീഷ് സിസോദിയ പിന്നിലാണ്, അതിഷി പിന്നിലാണ്. ഇതാണ് ആദ്യത്തെ അവിടെ നിന്ന് വരുന്ന ചിത്രം. ഏറ്റവും പ്രധാനപ്പെട്ട തലകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തലകളിൽ സേഫ് സീറ്റ് തേടിയാണ് ജംഗ്പുരയിലേക്ക് മനീഷ് സിസോദിയ പോയത്. പർപ്പട്ഗഞ്ചിൽ നിന്ന് ജംഗ്പുരയിലേക്ക് പോയ മനീഷ് സിസോദിയ ഒരു പരാജയം രുചിക്കുമോ? ഏറ്റവും ആദ്യത്തെ ട്രെൻഡിൽ മനീഷ് സിസോദിയ പിറകിലാണ്. അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇപ്പോൾ പിറകിലാണ് എന്ന സൂചന കൂടി വരികയാണ്. പക്ഷേ നോക്കൂ, ആദ്യത്തെ 10 മിനിറ്റേ ആയിട്ടുള്ളൂ, ആദ്യത്തെ 12 മിനിറ്റേ ആയിട്ടുള്ളൂ, 15 മിനിറ്റ്. ആദ്യത്തെ 15 മിനിറ്റിൽ കിട്ടുന്ന വാർത്തകൾ, അതായത് ഈ എയർലി കൗണ്ട്സ്, അതായത് 100 110 വോട്ട് എന്നുള്ളത് നമ്മൾ കണക്കാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പിറകിൽ പോകുന്നതിനെ ഞാൻ അത്ഭുതത്തോടെ കാണുന്നില്ല. എന്തിന് വാരാണസിയിൽ നരേന്ദ്രമോദി പിറകിൽ പോയി എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ പറയുന്ന എയർലി ട്രെൻഡിൽ തന്നെ ഒരു മാറ്റം പ്രകടമായിരുന്നു. 11 സീറ്റിൽ മുന്നിട്ട് നിന്ന് ആം ആദ്മി ഇപ്പോൾ 9 സീറ്റുകളിലേക്ക് പരിമിതപ്പെട്ടിരിക്കുന്നു. ബി ജെ പി 12 സീറ്റുകളിൽ ലീഡെടുത്ത് പോവുകയാണ്. നേരത്തെ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പോസ്റ്റൽ ബാലറ്റ് ഉള്ള ഒരു വിഭാഗം ആളുകളല്ല ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. സാധാരണക്കാരാണ്, നേരിട്ട് വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ആളുകളാണ്. അവരുടെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ഏതാണ്ട് 8:45 കൂടി നമുക്ക് ആദ്യ ഫലസൂചനകളും ആദ്യ റൗണ്ട് ഫലവും